ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? പക്ഷെ നിങ്ങൾക്ക് ഏത് മ്യൂച്വൽ ഫണ്ട്സ് എടുക്കണമെന്ന് യാതൊരുവിധ ഐഡിയ ഇല്ല. മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ആണ്. ഇവിടെ എന്നെയും നിങ്ങളെയും പോലെയുള്ള ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഫണ്ട് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഫണ്ട് മാനേജർ അടുത്ത് ഏൽപ്പിക്കുന്നു. സോ ഈ ഫണ്ട് മാനേജേഴ്സ് സ്റ്റോക്ക്, ബോണ്ട്, ഗോൾഡ് പോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ്സിലൂടെ ജനറേറ്റ് ചെയ്യുന്ന റിട്ടേൺസ് ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സിന് പ്രോഫിറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകളും മ്യൂച്വൽ ഫണ്ട്സ് പ്രിഫർ ചെയ്യുന്നത്? ഫസ്റ്റ് റീസൺ, ഡൈവേഴ്സിഫിക്കേഷൻ. അതായത് ഇവിടെ നിങ്ങളുടെ ഫണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള അസറ്റ് ക്ലാസ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. സോ മാർക്കറ്റ് റിസ്ക് കമ്പാരിറ്റീവ്ലി ആവറേജ് ആയിരിക്കും. പ്രൊഫഷണൽ മാനേജ്മെന്റ്, വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഫണ്ട് മാനേജേഴ്സ് ആണ് ഇവിടെ നിങ്ങളുടെ ഫണ്ട് മാനേജ് ചെയ്യുന്നത്. ഫ്ലെക്സിബിലിറ്റി, നിങ്ങളുടെ ഗോളിനനുസരിച്ചിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അതിന് മാസങ്ങളാവട്ടെ വർഷങ്ങളാവട്ടെ. ആക്സസിബിലിറ്റി, ഇവിടെ 500 രൂപ മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ടാക്സ് ബെനിഫിറ്റ്സ്, ELSS പോലുള്ള മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടാക്സ് ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്.